ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഡിസംബർ ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച ജനുവരി ഫസ്റ്റ് വീക്ക് തൊട്ട് ഒരു ഫെബ്രുവരി സെക്കൻഡ് വീക്ക് വരെ ഏകദേശം നമുക്ക് എല്ലാ ആഴ്ചയും ഓരോ ഇടവകകളിലും ഈ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ. പള്ളി പെരുന്നാൾ, പിണ്ടി പെരുന്നാൾ, അമ്പ് പെരുന്നാൾ എന്നൊക്കെയാണ് അതിന് പറയുക. ഭയങ്കര ആഘോഷമാണ്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒരു പെരുന്നാളിൻ്റെ ഒരു സീസണാണ്. പിണ്ടി പെരുന്നാൾ എന്ന് പറയുന്നത് ഈ ഒരു പിണ്ടീനെ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു വാഴയുടെ പിണ്ടി നമ്മൾ എടുത്തിട്ട് സാധാരണ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുഴിച്ച് ഈ പിണ്ടി വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യും. കുറേ പേര് ഇതിന് പെരുന്നാളിന് മുന്നേ തന്നെ ഈർക്ലീമയാണ് ഇത് കുറേ ഡെക്കറേറ്റ് ചെയ്യുക. പണ്ട് അതൊക്കെ ഒരു ഫ്ലാഗിൻ്റെ രീതി, ട്രയാങ്കിൾ. എൻ്റെ ഓർമ്മയിലുള്ള പെരുന്നാളൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട് കുറ്റിച്ചിറയായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ ഫ്ലാഗിൻ്റെ രൂപത്തിലൊക്കെ ചോറ് പറ്റൊക്കെ വെച്ച് ഈർക്ലീമ ഒട്ടിച്ച് ചെയ്യാറുണ്ട്. ഇതുപോലെ ഭംഗിയാക്കാറുണ്ട്. ഇത് ഞാൻ ചെയ്തതല്ല. ഇതൊക്കെ കൂടുതൽ ഇരിഞ്ഞാലക്കുട ഭാഗത്ത്, കുറ്റിച്ചിറ, ചാലക്കുടി ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ പിണ്ടി പെരുന്നാൾ, പിണ്ടി ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് പോയപ്പോൾ റെഡിമെയ്ഡായിട്ട് ഒരു 15 ഈർക്ലീം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് 130 രൂപയ്ക്ക്. ഇച്ചിരി പ്രൈസിയാണ്, എന്നാലും നമുക്ക് ഉണ്ടാക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അതങ്ങ് വാങ്ങിച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. ഈ ഭാഗത്തൊക്കെ ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോഴൊന്നും ഇങ്ങനെ പിണ്ടി വെച്ച് ഡെക്കറേറ്റ് ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ കുറേ പേര് അങ്ങനത്തെ ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ കല്യാണം കഴിച്ച് വന്നതുകൊണ്ട് തന്നെ കുറേ പേര് ഇപ്പോൾ പിണ്ടി അതുപോലെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഫ്രൈഡേ വൈകുന്നേരം 5:30 കൊടിയേറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയായിട്ട് നമുക്ക് തുടങ്ങും. അത് കഴിഞ്ഞ് സാറ്റർഡേ രാവിലെ എന്താ പറയുക, കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ അമ്പ്, അതായത് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ ദൈവത്തിനടുത്ത് സമർപ്പിച്ചത് ശത്രുക്കൾ അമ്പേറ്റ് കൊന്നിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ അമ്പ് എല്ലാ വീടുകളിലും കയറി ഇറങ്ങും. അതിനുശേഷം ഒരു വൈകുന്നേരം ആകുമ്പോൾ 5:30 വീണ്ടും ഒരു പാട്ടുകുർബാനയും നൊവേനയും ഒക്കെ ആയിട്ട്, പിന്നെ അതുപോലെ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപം എടുത്ത് ഒരു വലിയ പ്രദക്ഷിണം ഉണ്ടാവും. വൈകുന്നേരം ആയതുകൊണ്ട് കുറേ പേരുണ്ടാവും കേട്ടോ. അപ്പോൾ ആ പ്രദക്ഷിണത്തിന് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഇതുപോലെ പൂത്തിരിയും അതുപോലെ കമ്പിത്തിരിയും ഒക്കെ ഇങ്ങനെ കത്തിച്ചൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും. പ്രദക്ഷിണം കഴിഞ്ഞ് തിരികെ പള്ളി ചെന്ന് കഴിയുമ്പോൾ ചെണ്ടമേളം, ബാൻഡ് സെറ്റ്, പടക്കം, ഗുണ്ട്, ഇതുപോലൊക്കെ ഇങ്ങനെ ഓരോന്ന് പൊട്ടിക്കും. പിന്നെ അതുപോലെ ആകാശത്ത് വർണ്ണങ്ങളുള്ള ഒരു സംഭവങ്ങൾ, അതൊക്കെ ഒരു ഭംഗി, ഒരു രസകരമായ ഒരു പെരുന്നാളാണ്. അത് കഴിഞ്ഞ് സൺഡേ നമുക്ക് പാട്ട് കുർബാനയും ഇതുപോലെ ഒരു ചെറിയ പ്രദക്ഷിണം, ഉച്ചയായതുകൊണ്ട് ചെറുതേ ഉള്ളൂ. ആ ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് രൂപത്തിനെ കൊണ്ടുപോയി പള്ളിയിലകത്ത് കയറ്റി കഴിഞ്ഞാൽ ആ ഒരു പെരുന്നാളോടെ അവസാനിച്ചു.
അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ പെരുന്നാൾ നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ ആഘോഷിക്കുക. അന്ന് റിലേറ്റീവ്സും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇതുപോലെയൊക്കെ സന്തോഷമാവട്ടോ. അപ്പം അങ്ങനെ ഫെബ്രുവരി സെക്കൻഡ് വീക്ക് വരെ ഈ ഒരു പെരുന്നാളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നൊയമ്പാണ്. നമുക്ക് ഈസ്റ്ററിനെ സംബന്ധിച്ചിട്ടുള്ള 50 ദിവസം നൊയമ്പായിരിക്കും നമുക്ക് തുടങ്ങുക. അപ്പോൾ അത്രയും നാൾ വരെയുള്ള എല്ലാ ആഴ്ചകളിലും ഈ പെരുന്നാളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ പെരുന്നാളൊക്കെ ഒരു 3 ദിവസത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇനി ബാക്ക് ടു റൂട്ടീനാണ് കേട്ടോ. എന്തും ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ടു ഒരു റൂട്ടീനിലേക്ക് വരാൻ ഇച്ചിരി പാടാണ്. എങ്കിലും നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇനി അടുത്തൊരു ഹോം വ്ലോഗിലേക്ക് നമുക്കിനി പോവാം കേട്ടോ. അപ്പോൾ മോള് കുറേ നാളായിട്ടോ പറയണേ പാനിപ്പൂരി വേണം എന്നുള്ളത്. പാനിപ്പൂരി ഉണ്ടാക്കാൻ എളുപ്പമൊക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പൂരിയാണ്, അതിൻ്റെ പൂരി നല്ല ക്രിസ്പി ആയിട്ട് ചെറുതായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ പാനിപ്പൂരിനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ആണ് എനിക്ക് മടി. ഞാനൊരു മുന്നേ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായി, പക്ഷേ അത് നമ്മുടെ സാദാ പൂരി പോലെ അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോയിട്ട് സാദാ പൂരി പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ അതിന് പകരം ആമസോണിൽ എനിക്ക് സാധനം കിട്ടുന്നു, അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം, വെള്ളക്കടലയും അല്ലെങ്കിൽ കറുത്ത കടലയും ഉപയോഗിക്കാം. ഇതൊക്കെ ഉപ്പിട്ട് നമുക്ക് വേവിച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറേ മല്ലിയിലയും കുറച്ച് മിൻറ്റ് ലീവ്സ് ഉണ്ട്, പുതിനയുടെ ഇലയും. നമ്മളൊരു 2 പിടി മല്ലിയില എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 പിടിയുടെ മിൻറ്റ് ലീവ്സ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാം, ഇച്ചിരി ഉപ്പിട്ടൊക്കെ ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഇലകളൊക്കെ നന്നായിട്ട് കഴുകാം കേട്ടോ. ഇനി മല്ലി ഇലയുടെ എന്ന് പറയുമ്പോൾ നമുക്ക് തണ്ട് ഉപയോഗിക്കാം ഇതിന് പാനി ഉണ്ടാക്കാനായിട്ട്. പക്ഷേ മിൻറ്റ് ലീവ്സിൻ്റെ തണ്ട് നമുക്ക് വേണ്ട, നമുക്ക് അതിൻ്റെ ഇലയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1 പിടി മിൻറ്റ് ലീവ്സ് എടുക്കുകയാണെങ്കിൽ നന്നായി കഴുകിയിട്ട് അതിൻ്റെ തണ്ടിൽ നിന്ന് ലീവ്സൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം.
അപ്പോൾ ബാക്കി വരുന്ന നമ്മുടെ മല്ലിയില ഞാൻ ഇങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാറ്. ഇതിൻ്റെ റൂട്ടിൻ്റെ ഭാഗത്ത് തൊട്ട് തണ്ട് മാത്രമായിട്ട് കാണുന്ന ഭാഗമുണ്ടല്ലോ, അത് ഞാൻ മുറിക്കും. പിന്നെ ഇച്ചിരി കൂടി വലിയ നീണ്ട തണ്ടാണെങ്കിൽ ഞാൻ രണ്ടായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ടിന്നെടുത്തിട്ട് അതിനുള്ളിൽ ടിഷ്യൂ ഇട്ട് വയ്ക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് വയ്ക്കും. കുറച്ച് എയറൊക്കെ അതിനകത്ത് ഉണ്ടാവണം, ഭയങ്കരമായിട്ട് തിങ്ങി വയ്ക്കാൻ പാടില്ല. എന്നിട്ട് മൂടി ടിഷ്യൂ കൊണ്ട് മൂടി വയ്ക്കാം. കുറച്ചധികം നാൾ തന്നെ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ റൂട്ട് നമുക്ക് കളയണ്ട. ഇതുപോലെ വല്ല മിൻറ്റ് ചട്നിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ, അതിൻ്റെ ആ തണ്ടുണ്ടല്ലോ, തണ്ട് ഭാഗം നമുക്ക് എടുക്കാം. റൂട്ട് വേണമെങ്കിൽ നമുക്ക് കളയാം. അല്ലെങ്കിൽ സൂപ്പിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നന്നായി വൃത്തിയാക്കിയാൽ ഈ ഒരു തണ്ട് നമുക്ക് സൂപ്പിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പേസ്റ്റ് ആക്കാം. നമുക്കിനി ആവശ്യമുള്ളത് കുറച്ചധികം ഒരു 6, 7, 8 വെളുത്തുള്ളിയും പിന്നെ എരിവിനനുസരിച്ച് നല്ലോണം പച്ചമുളക് കേട്ടോ. ഇപ്പം ഞാൻ 3 എടുത്തുള്ളൂ, പക്ഷെ അതെനിക്ക് പോരാ എന്ന് തോന്നി. ഞാൻ അരച്ചപ്പോൾ ഇച്ചിരി കൂടി ഒരു 3 കൂടി ഇട്ടു കേട്ടോ. ഇവിടെ ഇച്ചിരി കൂടി എരിവ് വേണമായിരുന്നു. എരിവ് കുറവ് വേണമെന്നുള്ളവർക്ക് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായി പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ ഒരു ചെറിയ പാത്രം നമുക്ക് ചൂടാക്കിയിട്ട് ഇച്ചിരി കൂടി എരിവ് കൂട്ടാനായിട്ട് ഉണക്കമുളക് നമുക്ക് ഒന്ന് ഡ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ജീരകവും ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറുജീരകവും പിന്നെ സാദാ ജീരകം ഉണ്ടല്ലോ, അതും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ചില സ്ഥലത്ത് നമ്മുടെ ഈ പാനിപ്പൂരിക്ക് ഒരു മധുരമുള്ള ഒരു ലിക്വിഡ് ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി ഞാൻ ഒറ്റ പാനിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര പാനി ഉണ്ടാക്കുകയാണ്. ഇത് മോള് കാണിച്ചു തന്ന ഒരു ടിപ്പാട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ആ ചൂടോടെ തന്നെ നമ്മൾ അതിൻ്റെ തൊലി ഊരാൻ നോക്കിയാൽ അത് ഊരാൻ പറ്റും എന്നാണ് പറയണത്. പക്ഷേ അതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് നോർമൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഊരിപ്പോരും എന്നാണ്. അപ്പോൾ അവളാണ് ഇത് ചെയ്യുന്നത്. എളുപ്പത്തിൽ തന്നെ ഊരിപ്പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ആ ചൂടോടെ തന്നെ നമുക്ക് മാഷ് ചെയ്ത് നല്ല നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങായിട്ട് മാറ്റി വയ്ക്കാം. വെള്ളക്കടലയും ഇത് അല്ലെങ്കിൽ കറുത്ത കടലയും നിങ്ങൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മാഷ് ചെയ്തിടാം. അപ്പോൾ ഇനി നമുക്ക് പാനി ഉണ്ടാക്കാം കേട്ടോ. പാനിക്ക് വേണ്ടിയിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഞാനത് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി ഇത് ചെയ്തപ്പോൾ. നമ്മൾ സാധാ വാളംപുളി ഉണ്ടല്ലോ, വാളംപുളി എടുത്തിട്ട് വെള്ളത്തിലൊന്ന് നന്നായിട്ട് ചാലിച്ച് ആ വെള്ളം നമുക്ക് ഒഴിക്കാം. പിന്നെ നമ്മളുണ്ടാക്കിയ പേസ്റ്റ്, പിന്നെ നമ്മളുണ്ടാക്കിയ മറ്റേ ശർക്കരയുടെ പാനി, പിന്നെ ആവശ്യത്തിന് വെള്ളവും എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ആ ഒരു മിക്സ്ചർ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം.
കുറച്ച് ചാട്ട് മസാല വേണം, കുറച്ച് ഗരം മസാല വേണം, പിന്നെ കുരുമുളക് പൊടിയും വേണം, പിന്നെ നമ്മൾ ഉണക്കമുളകും ജീരകവും പൊടിച്ച് വെച്ചില്ലേ അത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ഉണക്കമുളക് ഇച്ചിരി കൂട്ടാട്ടോ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക മറ്റേ നമ്മുടെ സാധാ മുളക് പൊടി ചേർക്കാം. അതിനേക്കാൾ നല്ലത് നമ്മുടെ ഉണക്കമുളക് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ്. ഇനി കുറച്ച് അരിഞ്ഞ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ പാനി റെഡിയാണ് ആക്ച്വലി. കുക്കുംബർ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞത്, ഓണിയൻ, പിന്നെ അതുപോലെ ടൊമാറ്റോ, പിന്നെ നമ്മുടെ പുതിന ഇലയും മല്ലി ഇലയും കുറച്ച് അരിഞ്ഞത്. പിന്നെ അതുപോലെ അരിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടാൽ എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് സ്പൈസി ആയിട്ടുള്ളൊരു പാനി നമുക്ക് കിട്ടും. ഇനി ആവശ്യത്തിനനുസരിച്ച് ചാട്ട് മസാലയിലേക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം, പിന്നെ നാരങ്ങ ചേർക്കാം. പുളി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂടുതലും കുറവും ഒക്കെ ഇതിനകത്ത് ചേർക്കാം കേട്ടോ. അരിഞ്ഞ് വെച്ചതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഒക്കെ ഇട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ വെറുതെ ഉരുളക്കിഴങ്ങും വെള്ളക്കടലയും വേവിച്ചത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ, കുഴപ്പമില്ല. ഇതിനകത്തും വേണമെങ്കിൽ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇത് ഞാൻ മറ്റേ ഉണക്കമുളകും ജീരകത്തിൻ്റെ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കുരുമുളക് ഇടാം, നിങ്ങൾക്ക് ഇതുപോലെ ചാട്ട് മസാല ഇടാം, ഗരം മസാല ഇടാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പിടാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാനിപ്പൂരിയുടെ പൂരി ഉണ്ടാക്കാനാണ് എനിക്ക് ഇച്ചിരി കൂടി സമയം എടുത്തതും അതുപോലെ ക്രിസ്പിനെസ് ഒന്നും കിട്ടാതെ എനിക്ക് വന്നതും. പക്ഷേ അതിന് പകരം നമുക്ക് ഈ ആമസോണിൽ ഈ ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടിയാലുണ്ടല്ലോ, നല്ല അടിപൊളി പൂരിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അത് ഭയങ്കര ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് നമ്മുടെ എന്താ പറയുക, അരിയുടെ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്ന മാതിരിയാണിത്. വളരെ ഈസിയാണ്. നമുക്ക് ഈ ഒരു സംഭവം വാങ്ങിക്കാം കേട്ടോ ആമസോണിൽ നിന്ന്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കൊരു പാനിപ്പൂരിയുടെ പൂരി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിട്ട് നമ്മൾ പാനിപ്പൂരി ഉണ്ടാക്കിയിട്ടു. അതിൻ്റെ ഇടയിൽ
മോള് 2 ചേച്ചിമാരെ വിളിച്ച് കൊതിപ്പിക്കാനായിട്ട് കാണിക്കാൻ നിൽക്കുകയാണ്. അവർക്കിത് വാങ്ങിക്കണം കഴിക്കണമെങ്കിൽ. അപ്പം അവർ ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ ഞങ്ങൾ വന്നപ്പോൾ ഇത് ഉണ്ടാക്കിയില്ലല്ലോ എന്ന്. ആക്ച്വലി എനിക്ക് പൂരി ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ പിന്നെ പാനിപ്പൂരി ഉണ്ടാക്കാഞ്ഞത്. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം അവർ വരുമ്പോൾ ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ ആമസോണിൽ നിന്ന് ഈ ഒരു പൂരി ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവം വാങ്ങിക്കുക, ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാൻ. താങ്ക് യു.